ഓം ശാന്തി. ജീവിതത്തിൽ എല്ലാ മനുഷ്യന്മാരും വിചാരിക്കുക എൻ്റെ ദുഃഖമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്നാണ്. ഒരുപാട് പേരെന്നോട് അങ്ങനെ പറയാറുണ്ട്. എന്നെപ്പോലൊരു ഭാഗ്യദോഷി ഈ ലോകത്ത് വേറെ കാണില്ല, എന്നെപ്പോലെ സങ്കടം അനുഭവിക്കുന്നവരെ സിസ്റ്റർ കണ്ടിട്ടേ ഉണ്ടാവില്ല, സിസ്റ്റർ ഇതുപോലൊരു കഥ വേറെ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാനൊരു ഉത്തരം പറയട്ടെ. എന്നോട് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനുള്ളിൽ ചിരിക്കാറുണ്ട്. കാരണം അതിനേക്കാൾ എത്രയോ ദുഃഖം അനുഭവിക്കുന്ന, ദുഃഖത്തിൻ്റെ പർവ്വതങ്ങൾ തന്നെ ജീവിതത്തിൽ വീണതായിരിക്കുന്ന കുറേ വ്യക്തിത്വങ്ങൾ എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോരുത്തർക്കും അവനവൻ്റെ ദുഃഖം ഏറ്റവും വലുതെന്ന് തോന്നും. ചിലരുടെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ പർവ്വതങ്ങളാണ് വീഴുന്നത്. പക്ഷെ ആ പർവ്വതത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് കുതിക്കുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട്. നമ്മൾ വല്ല സിനിമയും സീരിയലിലും ഒക്കെ ആളുകൾ പെർഫെക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മറ്റൊരാളെ ഉപദ്രവിക്കുന്നത് കാണിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ തന്നെ നായകനും നായികയെപ്പോലെ തന്നെ അതിജീവിച്ച് തൻ്റെ ജീവിതം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കുറേ ആളുകളെയും എനിക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഓരോരുത്തർക്കും ഞാൻ അനുഭവിക്കുന്ന വേദന അത് ഏറ്റവും വലുതാണെന്ന് തോന്നിപ്പോവും. നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളാണ് ഏറ്റവും വലുതെന്ന് തോന്നിപ്പോവും. പക്ഷെ ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ കണ്ണു തുറന്നിട്ട് ഈ കണ്ണുകൊണ്ടല്ല, ഈ കണ്ണുകൊണ്ട് ഈ ലോകത്തെ ഒന്ന് കണ്ടു നോക്ക്. ഈ ലോകത്തെക്കുറിച്ചൊന്ന് വിശാലമായി പഠിച്ചു നോക്ക്. നമ്മുടെ ജീവിതം എത്രമാത്രം ശ്രേഷ്ഠമാണ് കിട്ടിയിരിക്കുന്നതെന്നും ഇനിയും എനിക്കതിനെ എത്ര വേണമെങ്കിലും വളർത്താൻ സാധിക്കുമെന്നും ഒക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവുന്ന സന്ദർഭങ്ങളാണ് അത്തരം കാഴ്ചകൾ. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കൊച്ചു കഥ ഓർത്ത് പോവുകയാണ്. ഇതുപോലെ തന്നെ ഒരു വീട്ടമ്മ, തൻ്റെ ഭർത്താവ് എന്നെ നെഗ്ലക്റ്റ് ചെയ്യുന്നു, എന്നെ കൂട്ടി പുറത്ത് കൊണ്ടുപോകുന്നില്ല, എൻ്റെ കാര്യങ്ങൾ എനിക്ക് തരുന്നില്ല, പിന്നെ മക്കളാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഇങ്ങനെ അവരുടെ സങ്കടത്തിൻ്റെ ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, ഞാൻ അങ്ങനെയായിരിക്കുന്നു. ഞാൻ ലിസ്റ്റ് പറയുന്നില്ല. വലിയ ഒരു ലിസ്റ്റുമായിട്ട് ഒരിക്കലൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ആ ഡോക്ടറെ അടുത്ത് വരെ പരാതിയൊക്കെ പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറയും, നിങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ എന്നെക്കാൾ പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്, ഞാൻ അവരെ വിളിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ആ സ്ത്രീ പറയും, ആയിക്കോട്ടെ സാറേ വിളിച്ചോളൂ പറയും. അപ്പോൾ ഡോക്ടർ അവിടുത്തെ തൂപ്പുകാരിനെ വിളിക്കും. അപ്പോൾ തൂപ്പുകാരി ചൂലൊക്കെ അവിടെ ഇട്ട് കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നു. നിങ്ങളുടെ കഥയൊന്നും ഇവരെ കേൾപ്പിക്കുമോ എന്ന തൂപ്പുകാരിയുടെ ഈ ലേഡീനെ കേൾപ്പിക്കുമോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത്, എന്താ സാറേ ഞാൻ പറയാലോ എന്ന് പറയും. എന്നിട്ട് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ അവർ സ്വന്തം കഥ പറയുകയാണ്. ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഒരു കൊച്ചു കുടുംബത്തിൽ എൻ്റെ ഭർത്താവും ഞാനും എൻ്റെ മോനാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ക്യാൻസർ വന്നു ഹസ്ബൻഡിന് ക്യാൻസർ വന്നുള്ള ചികിത്സിക്കാൻ വേണ്ടിയുള്ള പൈസയ്ക്ക് വേണ്ടി കടമെടുത്ത് ഒരു വർഷത്തോളം ചികിത്സിച്ചു. ഹസ്ബൻഡ് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ വീടടക്കം പോയി, ഹസ്ബൻഡും പോയി. പിന്നെ ഒരു വാടക വീട്ടിൽ എൻ്റെ മോനെ ഒന്നിച്ച് ഞാൻ ജീവിതം വീണ്ടും ആരംഭിച്ചു. മകൻ 10-22 വയസ്സായിട്ടുണ്ടായിരുന്നു. മോൻ ജോലിക്ക് പോയിട്ട് പൈസ കൊണ്ടുവരാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ലാതെ അമ്മയും മകനും വീണ്ടും ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റിൽ, ബൈക്ക് ആക്സിഡൻറ്റിൽ മോൻ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുപോയി. പിന്നെ ആ അമ്മ ഒറ്റയ്ക്കായി, ഭ്രാന്തായിപ്പോയി. വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കഞ്ഞി കുടിക്കണമെങ്കിൽ ഒരു പൈസയില്ല, വാടക അടയ്ക്കാൻ വേണ്ടി പൈസയില്ല. അപ്പോൾ ദുഃഖം മറച്ചു വെച്ചാണെങ്കിലും ജീവിച്ചല്ലേ പറ്റൂ. ജീവിതത്തിനോടതായിട്ടുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടിൽ പാത്രം കഴുകി കൊടുക്കാനും അടിച്ചു തുടയ്ക്കാനും പോകാൻ വേണ്ടി സ്ത്രീ നിശ്ചയിക്കുകയാണ്. അങ്ങനെ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് വരണമെന്ന് പോലും തോന്നുന്നില്ല. എന്നാലും വീട്ടിലേക്ക് തിരിച്ചു വന്നൊന്ന് കിടക്കാൻ വിധ അവശയായിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഈ സ്ത്രീ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു കൊച്ചു പൂച്ചക്കുഞ്ഞ് ഇവരുടെ കാല് തട്ടി എന്തോ ഒന്ന് പോയി, ഇരുട്ടി തുടങ്ങി അന്തരീക്ഷത്തിൽ നോക്കുമ്പോൾ ആ ഒരു ചെറിയ പൂച്ചക്കുട്ടിയാണ്. അത് അവിടെ കിടന്നിങ്ങനെ പിടയ്ക്കുകയാണ്. സഹതാപം തോന്നി ഇവർക്ക് ഓടി പോയിട്ട് അതിനെ പൂച്ചക്കുട്ടിനെ എടുത്തു. അത് പിടച്ചപ്പോൾ സ്വന്തം മകൻ്റെ ഓർമ്മ വന്നുപോയി. ആ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചപ്പോൾ അത് കുറുങ്ങി അതിൻ്റെ ആ ഒരു കുറുങ്ങലും അതിൻ്റെ ഒരു കയ്യിലേക്ക് ഇങ്ങനെ ചുരുളാനൊക്കെ നോക്കുന്നത് കണ്ടപ്പോൾ ആ പൂച്ചക്കുഞ്ഞിനെ വിട്ടു വരാൻ അവർക്ക് തോന്നിയില്ല. അതിനെയും കൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. വീടിനുള്ളിൽ വന്നിട്ട് വരുമ്പോൾ കുറച്ച് പാലും വാങ്ങിയിട്ട് വന്നു. ആ പാല് ഈ പൂച്ചക്കുട്ടിക്ക് കൊടുത്തു. ഈ പൂച്ചക്കുട്ടി പാലൊക്കെ കുടിച്ചു കഴിഞ്ഞ ശേഷം അവരുടെ കാലുമ കിടന്ന് ഇങ്ങനെ കെട്ടിമറിയാനും കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കളികൾ കണ്ടപ്പോൾ അറിയാതെ ഒന്ന് ചിരിച്ചുപോയി മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ വിചാരിച്ചു, എനിക്കൊന്ന് ചിരിക്കാൻ ഈ പൂച്ചക്കുട്ടിയുടെ കളി മതിയല്ലോ, തൽക്കാലം ഈ പൂച്ചക്കുട്ടി എൻ്റെ കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു.
രണ്ടാമത്തെ ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ അറിയാതെ മനസ്സിലൊരു ചിന്ത വരികയാണ്. ആ പൂച്ചക്കുട്ടിക്ക് കുറച്ച് പാല് കൊടുത്തപ്പോൾ ആ പൂച്ചക്കുട്ടി സന്തോഷിച്ചപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റിയല്ലേ. എന്നാൽ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അവരവരുടെ ജീവിതത്തിൽ സുഖം അനുഭവിക്കുമ്പോൾ എനിക്കും ആ സന്തോഷം അനുഭവിക്കാൻ പറ്റുമല്ലോ എന്ന് തോന്നി. അങ്ങനെ അവരുടെ വീടിൻ്റെ 4 വീട് അപ്പുറത്തായിട്ടൊരു പാവപ്പെട്ട വീട്ടിൽ രോഗിയായിട്ടുള്ള ഒരു അമ്മ കിടക്കുന്നുണ്ടായിരുന്നു. അവരുടെ മക്കളാണെങ്കിൽ ജോലിക്ക് പോയിട്ടാണ് വരിക. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഈ അമ്മ ജോലി കഴിക്ക് പോണേക്കാൾ മുന്നേ പോയിട്ട് ആ അമ്മയ്ക്ക് വേണ്ട കുളിപ്പിക്കാനും കാര്യങ്ങൾ ചെയ്യാനും സപ്പോർട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ അമ്മ സന്തോഷിക്കുമ്പോൾ സമാധാനിക്കുമ്പോൾ ഒക്കെ ഇവർക്കുള്ളിൽ ഭയങ്കര ഹാപ്പിനെസ് അനുഭവപ്പെടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവരാലാവുന്ന രീതിയിൽ ആഹാരം ഉണ്ടാക്കി കൊടുത്തു, ചെയ്തു കൊടുത്തു. ഒരു വീട്ടിൽ നിന്നല്ല, ആവശ്യമുള്ള പല സ്ഥലങ്ങളിലും അവർ സർവീസ് ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. ഹോസ്പിറ്റലിൽ വന്ന് അങ്ങനെയാണ് ഈ ഡോക്ടറുമായിട്ട് പരിചയപ്പെടുന്നത്. ആ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ അവർ സ്വീപ്പറായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ വരുന്നതായിരിക്കുന്ന പേഷ്യൻസിനും ആളുകൾക്കും തൻ്റെ കഴിവിനാൽ ആവുന്ന രീതിയിൽ ആഹാരം കൊണ്ടു കൊടുത്തിട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടോ കുളിക്കാൻ സഹായിച്ചിട്ടോ അങ്ങനെ തൻ്റെ സേവനം എന്ന ഒരു കാര്യം ആരംഭിച്ചപ്പോൾ അറിയാതെ അവരുടെ ജീവിതത്തിൽ സന്തോഷം വരാൻ തുടങ്ങി. അവസാനം ഒരു കഥ പറഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. ഇപ്പം എനിക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നണേ ഇല്ല. ഈ വലിയ ലോകം മുഴുവൻ എൻ്റെ കുടുംബമാണെന്ന് തോന്നുകയാണ്. ഇവിടുത്തെ ഓരോരുത്തരുടെയും സന്തോഷം എൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു. ഓരോരുത്തരുടെയും സങ്കടത്തിൽ എനിക്ക് പങ്കുചേരാൻ പറ്റുന്നു. എൻ്റെ ജീവിതം എനിക്ക് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയിരുന്നൊരു നിമിഷം, പക്ഷേ ഇപ്പോൾ ജീവിതം തോന്നിപ്പോവും എൻ്റെ ജീവിതം ധന്യമായ ജീവിതങ്ങളിലൊന്നാണ് എന്നെനിക്ക് തോന്നുന്നു എന്ന്. അപ്പോൾ ഈ കേട്ട സ്ത്രീക്ക് മനസ്സിലായി, ഈ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് അവരുടെ കയ്യിൽ ഒന്നുമില്ല, സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല, ഒരു പൈസ എടുക്കാനില്ല. അങ്ങനെ ഒരു സ്ത്രീക്ക് ഇത്രമാത്രം ചെയ്ത് സന്തോഷിച്ച് ജീവിക്കാമെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ റിസോഴ്സ് ഒരുപാടുണ്ട്, ചെയ്യാൻ ഒത്തിരിയുണ്ട്. എൻ്റെ ജീവിതം ഞാനും ഇനി സന്തോഷമായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോടും ആ ലേഡിയോടും താങ്ക്സ് പറഞ്ഞ് പുറത്തിറങ്ങുകയാണ്. നമ്മളും ഇവിടെ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം അത് തന്നെയാണ്. എന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല, ഇവർ ശ്രദ്ധിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല, അവരങ്ങനെ പെരുമാറുന്നു, ഇങ്ങനെ പെരുമാറുന്നു. ദുഃഖത്തിൻ്റെ ലിസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഈശ്വരൻ നമുക്ക് തന്ന സന്തോഷത്തിൻ്റെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കാറുണ്ടോ? ഈശ്വരനോട് താങ്ക്സ് പറയാനുള്ള ലിസ്റ്റ് കണ്ടെത്താറുണ്ടോ? എനിക്ക് അവർ കെയറിങ് തന്നില്ല എന്ന് ഞാൻ പരാതി പറയുമ്പോൾ ഞാൻ എത്ര പേർക്ക് എൻ്റെ ജീവിതം കൊണ്ട് കെയറിങ് കൊടുത്തു, എത്ര പേരുടെ ജീവിതത്തിൽ ഞാൻ സന്തോഷം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചു, എത്ര പേർക്ക് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് നേട്ടമുണ്ടാക്കി കൊടുത്തു എന്ന് നിങ്ങൾ സ്വയം അവനവനോട് ചോദിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം നിങ്ങൾ കൊടുക്കാനുള്ളതാണെന്ന് തിരിച്ചറിയുമ്പോൾ എനിക്ക് സാധിക്കുന്ന ഒരംശമെങ്കിലും സേവനം ചെയ്യാതെ ഒരു ദിവസം എൻ്റെ കടന്ന് ഞാൻ പോകാൻ അനുവദിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തന്നെത്താൻ വരാൻ തുടങ്ങും. നമുക്കറിയാം, ഇന്നലത്തെ എൻ്റെ കർമ്മത്തിൻ്റെ കണക്കാണ് ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ ദുഃഖമായിട്ട് വരുന്നത്. ഇന്നലത്തെ കർമ്മം എനിക്ക് വരാനുണ്ട് എങ്കിൽ ഒരു സംശയവും വിചാരിക്കേണ്ട, പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. അതുകൊണ്ട് ഇന്നലെ കർമ്മങ്ങൾ മോശമായി ചെയ്യാത്ത ആരുമില്ല എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഇന്നത്തെ ലോകത്ത് ദുഃഖവും പ്രശ്നവും ഇല്ലാത്ത ആരുമില്ല. അത് ഇന്നലെയാണ്. പക്ഷെ ഇന്ന് ഈ നിമിഷം എൻ്റെ കയ്യിലുണ്ട്. ഈ നിമിഷം കൊണ്ട് ഏറ്റവും നന്നായി കൊണ്ട് ഞാൻ ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ യാത്ര ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈലായി മാറ്റിക്കഴിയുമ്പോൾ പതുക്കെ 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 നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരാൻ തുടങ്ങും. ഓരോ നിമിഷവും നമ്മൾ ആനന്ദിക്കാൻ തുടങ്ങും. ഈ ഭൂമിയിൽ ഇത്രയും കഷ്ടപ്പാടുകളിടയിൽ ജീവിക്കുമ്പോഴും ഈ ജീവിതം എനിക്ക് മതിയായിട്ടില്ല എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങും. അതുകൊണ്ട് സന്തോഷിച്ച് ജീവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ദുഃഖത്തിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിയും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ആ സന്തോഷത്തെ സ്വന്തമാക്കാനും സന്തോഷിച്ച് ജീവിക്കാനും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏത് സ്ഥലത്തും ഏത് സമയത്തും ഹാപ്പിനെസ് അത് നമ്മുടെ കർമ്മത്തിൻ്റെ വരദാനമായി നമുക്ക് വന്നു ചേരും. അങ്ങനെ ഒരു ശ്രേഷ്ഠമായ ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.